പഠിക്കാനുള്ളതാണ് ബുക്ക്. ഗുഡ് മോർണിംഗ് ഗൈസ്. നാളെ സൺഡേ അല്ലേ? ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ജിമ്പുവിനെ കൊണ്ടുപോയി. ഇപ്രാവശ്യം ഇന്നലെ രാത്രി തൊട്ട് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു 3 ആളെയും കൊണ്ട് പോവാൻ. അല്ല 2 ആളെയും കൊണ്ട് പോവാൻ. 2 ആളെയും കൊണ്ട് പോവാണ്. അനികാസ് മിനി ബുക്ക്. ഓ, അപ്പൊ ഇന്ന് അലമ്പ് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അപ്പൂനെ കൊണ്ടുപോകും, അതിന്റെ അടുത്ത പ്രാവശ്യം ജിമ്പൂനെയും കൊണ്ടുപോകും. അങ്ങനെയായിരിക്കും പ്ലാൻസ്. കണ്ണാത്തു പോയിട്ട് വരാട്ടമ്മ. ബൈ. അച്ഛ എപ്പോഴാ വരുന്നാവോ? ഇങ്ങോട്ടേക്ക് ടാറ്റ തന്നെ. ടാറ്റ. ടാറ്റ. ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുക്ക്. ബൈ. അപ്പൊ ഇന്ന് എവിടേക്കാ പോണേ? എവിടേക്കാ? അതിനെന്തിനാണ് വയറും പിടിക്കണേ? അതാ കുയിലമ്മ. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിന്ന് 2 കുട്ടികളെയും കൊണ്ടാണ് ജിമ്മിൽ വന്നിരിക്കുന്നത് ഗൈസ്. എനിക്കൊന്നും അറിയില്ല, ഈ പോക്ക് കണ്ടപ്പം ഞാൻ വിചാരിച്ചു പണി പാളുന്ന്. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ അവരങ്ങ് സെറ്റായിട്ടോ. ഞാൻ ജിം ക്ലിപ്സ് കാണിച്ചു തരാം. ഓക്കെ, അവള് കുഞ്ഞു നോക്കിയല്ലേ. നടക്കുക നടക്കുക. ഡോറ് തുറന്ന് പിടിക്കണേ, അപ്പു വീഴും. അപ്പു നടക്കുക. You excited? Excited? ഞാൻ ഇപ്പോൾ ചെല്ലുന്ന സമയത്തും ഏകദേശം ഒരു 10 മണി 11 മണി മാക്സിമം, അപ്പോഴാണ് ഞാൻ രാവിലെ പോകാറുള്ളത്. പക്ഷേ ഇന്നലത്തെ വീഡിയോ ആണല്ലോ ഇത്. ഇന്നലെ നമ്മൾ പോയപ്പം മക്കൾക്കൊന്നും സ്കൂളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഒരു 9:30 ഒക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മൾ ട്രെയിനർ എത്തിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാമപ്പ് ചെയ്തു. വാമപ്പിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം താഴെ നിറയെ മെൻസായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റാത്ത വിധം ആൾക്കാരുണ്ടായിരുന്നു. അപ്പം കാരണം ചിലവർക്കൊന്നും അവർ കംഫർട്ട് ആവില്ലല്ലോ വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല അവിടുന്ന്. പിന്നെ കാർഡിയോ ആണ് കേട്ടോ. കാർഡിയോ സൈക്ലിങ്ങും പിന്നെ ട്രെഡ്മില്ലും ഒരു 50 മിനിറ്റ്സ് ഒരു അരമണിക്കൂർ എനിക്ക് മേലെ ചെയ്യണം. അങ്ങനെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വിനിച്ചേട്ടൻ ജിമ്പൂനെ അപ്പൂനെയും കൊണ്ടുപോയിട്ട് വിനിച്ചേട്ടൻ തല തല്ലിയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ സൈക്ലിംഗ് കഴിയുന്നവർ ആക്ച്വലി അവർ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര അലമ്പായി കേട്ടോ. അപ്പം ഞാൻ അവർക്കൊരു ചെറിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു ഗൈസ്. കാരണം ഇടയ്ക്ക് ഈ ക്ലാസ് അനിവാര്യമായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യും. അതേ ഓണങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യും. അതേ സാർ ഇവിടെ ഞങ്ങൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് സമാധാനത്തോടു കൂടെ എക്സസൈസ് ചെയ്യണമെന്നാണ് ഒരു പെൺകുട്ടി കുട്ടികളെ കൊണ്ടൊക്കെ വന്ന് ഞങ്ങൾ ശല്യപ്പെടുത്തുന്നത് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പോരാൻ വേണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അടങ്ങി ഒഴിഞ്ഞിരിക്കണം കേട്ടോ. ഒച്ച ഉണ്ടാക്കരുത്. ജിമ്മു നേരത്തെ അപ്പൂനെ മേടിച്ചാക്കിയിട്ടാണ് അപ്പുറത്തിട്ടത്. ഓക്കെ, അപ്പോൾ ജിമ്മു ഒഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒച്ച കാണാൻ പാടില്ല കേട്ടോ. ഇതുപോലെ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവേ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പം അമ്മ പറഞ്ഞു നാട്ടിൽ പറയും. ഓക്കെ അമ്മ. ഓഫ് ചെയ്തു ഞാൻ ഇപ്പൊ ചെയ്യും. ക്ഷീണായപ്പം ഇങ്ങനത്തെ പെട്ടെന്ന് ക്ഷീണായ എന്താണ് ചെയ്തെന്ന്? ഇല്ലല്ല. അപ്പൊ അവിടെ എന്തോ കണ്ടിട്ടുണ്ടാവും, പോയി ചെയ്യപ്പോ.
അങ്ങനെ നോക്ക്. ഞങ്ങളുടെ നിലാവിക്കുട്ടി ബിഗ് ഗേൾ ബിഗ് ഗേൾ ബിഗ് ഗേൾ. ഇവിടെ ഒരു അപ്പു കുട്ടുന്നുണ്ട്. മാസിക്കുട്ടനൊക്കെ വലിയ കുട്ടിയാ. അപ്പുന്റെ ഉറപ്പായല്ലോ. എവിടേക്കാ പോണ? ഈ കാണുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയിക്കുമോ? ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ പ്രാവശ്യം ഷെയർ ചെയ്തിരുന്നു. പക്ഷെ അന്നൊക്കെ എനിക്കൊരു 100 വ്യൂ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോഴും ചില വീഡിയോസിനൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. പക്ഷെ ഫുൾ വീഡിയോ ഇപ്പം ഏകദേശം ഒരു 1K ഏകദേശം എല്ലാം ഹിറ്റാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വിൻചേട്ടൻ്റെ ഫ്രണ്ടാണ്. ബട്ട് എൻ്റെ ചേച്ചിയാണ്. അങ്ങനെയല്ല, വിൻചേട്ടൻ്റെ ഫ്രണ്ടാണ്. ബട്ട് ത്രൂ അങ്ങനെ ചേട്ടൻ ചേച്ചി അങ്ങനെയാണ്. മക്കളൊക്കെ നമ്മൾ കട്ട മക്കളാണ്. കാരണം അവരൊക്കെ തിക്ക് ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവർ വർത്തമാനം പറയുന്നതിനിടയ്ക്ക് ഞാനതേ തുണികളൊക്കെ ശിവേച്ച് മടക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പം അമ്മയൊന്നും ഇല്ല കേട്ടോ. തിരിച്ചു വരുമ്പം നാളെ ഇന്ന് നമുക്ക് പെരിങ്ങോട്ടുകര ഉത്സവമാണ്. അപ്പോൾ അമ്മയൊക്കെ വൈകുന്നേരം തന്നെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. കാരണം ഇളമേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല തിരക്കാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. കാരണം വി ആർ ഗോയിങ് ടു കുറച്ച് സ്ഥലങ്ങൾ. വിരല് വെച്ചേക്കുന്നില്ല അബി. അവൻ കഴിക്കിട്ടുക നല്ല രസം ഉണ്ടാവും. ജിംബോ അല്ല ചേക്ക്. അവന് ഭയങ്കര ഇഷ്ടം. മുക്കാമോ എന്താ ബോള് പോലെ എറിയണോ? കടിച്ചോ? അതിനെ അറിയില്ല കടിക്കാനായിട്ട്. അറിയില്ല അറിയില്ല.
ഗൈസ് ഞങ്ങൾ ഈ ചെറിയ വണ്ടിയിലാണ് ഗൈസ് ഞങ്ങൾ എല്ലാവരും കൂടെ കുത്തി നിറയ്ക്കാൻ പോകുന്നത്. കാരണം മറാസോല് AC ഇല്ല, അപ്പോൾ നല്ല ഉഷ്ണമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പുള്ളിലേക്കാണ് പോകുന്നത് കേട്ടോ. പുള്ളിൽ താമരപ്പാടം എന്ന് പറഞ്ഞിട്ടൊരു കളർ ഷോപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നല്ല ഫുഡ് കിട്ടും എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. അമ്മ നേരെ നമ്മൾ വേലുമാമ്പടി ഇറങ്ങും. എന്നിട്ട് അമ്മ നേരെ കുടുംബശ്രീക്ക് പോയിട്ട് അമ്മ നേരെ ഇവിടെ പോവും. എവിടെയാണ് നമ്മൾ എളമട വീട്ടിൽ പോവും, പെരിങ്ങോട്ട്. നല്ല കാറ്റ്. എന്താണ് മസാല എരിവില്ലാത്ത കാടുകൊണ്ടന്നെ വന്നപ്പോ നൈസായിട്ടുണ്ട്. ഞാൻ സോഡന്നെ കഴിക്കില്ലേ. എടോ കള്ളപ്പം കിട്ടി. കള്ളപ്പോ ബീഫ് കറി. വന്നിട്ട് കഴിക്കില്ല. വന്നിട്ട് ചോക്ലേറ്റ് കഴിച്ചില്ലേ. ഇനി നാളെ ഉച്ചയാവണം കഴിക്കണമെങ്കിൽ. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നു. താമരപ്പാടം ഷാപ്പിനെ കുറിച്ച് പറയട്ടെ. അടിപൊളിയായിരുന്നു, ആക്ച്വലി നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സീനായിരുന്നു. ഫുഡ് നല്ല സ്പൈസി അല്ലായിരുന്നു. അപ്പോൾ അവർക്ക് കള്ളപ്പം, അടിപൊളി കള്ളപ്പം കിട്ടും കേട്ടോ. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അടിപൊളി ഒരു അടിപൊളി നല്ല കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും നല്ല സ്ഥലമാണ്. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ആക്ച്വലി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, ഇഷ്ടമായ എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ ടി വിയിൽ? അല്ല, ആൻറ്റീനെ കാണാറുണ്ടോ? മാഷു എന്ത് രസാ മുടിയൊന്നിങ്ങനെ ആക്കി. പോണ വഴിക്കുണ്ടല്ലോ നമ്മൾ പെരിങ്ങോട്ടര നോക്കിയ ട്യൂണിയാണ് കേട്ടോ. കേര എൻ്റെ പൊന്നോ, കിലോയ്ക്ക് അങ്ങോട്ട് 400 സംതിങ്, 490 450 അങ്ങനെ എങ്ങാണ്ടാണ്. നമുക്ക് പെരിങ്ങോട്ടര ഉത്സവമല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ട് നല്ല സെയിൽ നടക്കും അവിടെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസൊക്കെ പെരിങ്ങോട്ടര ഉത്സവത്തിൻ്റെ വീഡിയോസ് ആയിരിക്കും കേട്ടോ. നാളെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, ബട്ട് ഞാൻ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ നേരെ പോയത് നമ്മൾ ജിംബോൻ്റെയൊക്കെ സ്കൂളിൻ്റെ വഴി ഗസ് ചെയ്യാൻ പറ്റും എവിടെയാണെന്നുള്ളത്. ബീച്ച്, നമ്മൾ നാട്ടിക ബീച്ചിൻ്റെ അവിടെ പോകുന്നത്. നാട്ടിക ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, നാട്ടിക കുറച്ച് അപ്പുറത്തായിട്ടാണ്. നമ്മൾ ഈ ജിംബൻ്റെ സ്കൂളിൻ്റെ, അതായത് ലംബറിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരെ പോയി കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കുഞ്ഞൊരു ഹിഡൻ ബീച്ചുണ്ട്. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഈ സ്നേഹതീരം അങ്ങനെയൊക്കെ ഭാഗങ്ങളിലൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ നൈസ് മൂഡായിരിക്കും, ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗമാണ്. ചില ഭാഗങ്ങളിൽ ഇങ്ങനെ മണലൊക്കെ ഇങ്ങനെ കുത്തനെ നിന്നിട്ട് ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു ബീച്ച് പോലെ ആയിരിക്കും ചില സ്ഥലത്ത്. പക്ഷേ ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ണൻ അപ്പു കിടന്നിരുന്ന പലക കാണിച്ചു തരട്ടെ. ഒരു ബെഞ്ച് ഉണ്ട് അവിടെ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ ബീച്ചിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ബീച്ചിൽ വന്നപ്പോൾ നമ്മൾ നിലാവിക്കുട്ടിയൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നോട്ടോ ബീച്ചിൽ. പക്ഷെ അന്ന് അവർ വരാൻ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് ഫൈനലി നമ്മളെല്ലാവരും കൂടെ ബീച്ചിൽ, എല്ലാവരും കൂടെ ബീച്ചിൽ. ഒരു സാധനം കാണിച്ചു തരട്ടെ. സി ഞങ്ങൾ ആക്ച്വലി അവിടെ താമരപ്പാടം ഷാപ്പിലേക്കാണ് പോലെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ.
പക്ഷെ ഇങ്ങോട്ട് ബീച്ച് പെട്ടെന്നാണ് തീരുമാനമായത്. പക്ഷെ കാണാൻ ഡ്രസ്സ് കണ്ടോ, ബീച്ച് ഓക്കെ. അപ്പോൾ ഇനി കുറച്ച് ബീച്ച് ക്ലിപ്സുകൾ കാണാം കേട്ടോ. വിനുചേട്ടൻ മാറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ട് അച്ചടാ കടലിൽ കാറ്റായിട്ട് കിടക്കുന്നത്. കുറെ നാളായി ഞാനും നനഞ്ഞിട്ട്. ആക്ച്വലി നമുക്ക് നനയാം. ചേച്ചി എന്തത്? അയ്യോ അല്ല അതാ ഒക്കെ പോയി. നിങ്ങളെ വെച്ചപ്പോ അപ്പോ വെള്ളം വരണേ. ഓക്കെ. അപ്പൊ നിനക്ക് വെള്ളം നല്ല വരുന്നു കേട്ടോ. നോക്കട്ടെ നോക്കട്ടെ. അമ്മ എന്തിനാ ഷാർപ്പൊന്നും പറ്റില്ല. ഞാനൊരു രണ്ടാൾക്കാരെ കാണിച്ചു തരട്ടെ. ഗൈസ് ഞങ്ങളുണ്ടല്ലോ ബീച്ചിനെത്തിയപ്പോൾ 2 മാങ്ങ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയും മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെറുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വീണ്ടും മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെറുക്കാൻ പോവാണ് കേട്ടോ. മാങ്ങ ഉണ്ടെന്ന് നോക്കാം. രണ്ട് മൂന്ന് മാങ്ങ തേടിപ്പോയി എനിക്കൊരു മാങ്ങ കാലം തന്നു നമ്മളെ ചേച്ചി. എപ്പം ചെല്ലുമ്പോഴൊരു കവർ മാങ്ങയായിട്ട് തിരിച്ചു പോരാം. അടിപൊളിയാണ് കേട്ടോ, നല്ല മാങ്ങയാണ് കേട്ടോ. പക്ഷെ പിള്ളേർ 2-3 കഴിച്ചുള്ളൂ കേട്ടോ. ഞാൻ അവർ കുറേ കഴിക്കുന്നൊക്കെ വെച്ചിട്ട് മീൻസ് കൊണ്ടുവന്നതാണ്. പക്ഷേ അവരൊരു 3-4 കഴിച്ചുള്ളൂ. അവർക്കൊക്കെ വേറെ കളി മൂടായിരുന്നു. പിന്നെ അവരതേ കുറച്ച് നേരം കളിച്ചു. ആക്ച്വലി അവർ നാളെ രാവിലെ പോകാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ പ്ലാനൊക്കെ ചേഞ്ച് ചെയ്തു ലാസ്റ്റ്. ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം അങ്ങനെ
അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ചപ്പാത്തി ചിക്കനൊക്കെ മസാലയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഷിബേച്ചി പോയത് കേട്ടോ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. ജസ്റ്റ് ഇങ്ങനെ ചപ്പാത്തി വേവിക്കുക, പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു വെള്ളം ഒഴിച്ചിട്ടൊരു ഗ്രേവി പോലെ ആക്കി, പിന്നെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ എയർ ഫ്രൈയിലും സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് തിരക്കായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മന്തി വേണമെന്ന് പറഞ്ഞിട്ട് മന്തി ഓർഡർ ചെയ്തു. മന്തിയൊക്കെ മക്കൾ മാത്രമേ കഴിച്ചുള്ളൂ, ഞങ്ങൾ ഇത് പാത്രമായിട്ടാണ് നമ്മൾ കഴിച്ചത്. അവളൊക്കെ വന്ന് ഇനി എല്ലാവരും പോയി കഴിഞ്ഞിട്ടുള്ള നമ്മളെ വീടിൻ്റെ സീൻ കാണണ്ടേ ഗൈസ്. കണ്ടോ എൻ്റെ കിച്ചൺ അടിപൊളിയായിട്ടില്ലേ? പിന്നെ അത് ഡൈനിങ് ടേബിൾ കണ്ടില്ലായിരുന്നു, അടിപൊളിയല്ലേ? ആക്ച്വലി ഇത് അമ്മയില്ല, ഞാൻ പറഞ്ഞല്ലോ അമ്മ നമ്മുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിനി ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യണം. മറ്റേത് അമ്മ ഒക്കെ കുറേ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ പക്ഷേ ഞാൻ ഇപ്രാവശ്യം ജിംബുവിനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചു. ആൾ കുറച്ച് പണിയെടുക്കാൻ കുറച്ച് മടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ ആളിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണിക്കൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മളിത് ജിമ്മിൻ്റെ കുറച്ച് ജിംനാസ്റ്റിക് പരിപാടികൾ കണ്ടോളൂ കേട്ടോ. അതിൻ്റെ പണി അങ്ങനെ ദേ കിച്ചൺ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഞാൻ കുറച്ച് ടൈം ലാപ്സ് അടിച്ചു കേട്ടോ, കാരണം കുറച്ചധികം ഉണ്ടായിരുന്നു. ഇവരൊരു 9 മണി 9:15 ആയപ്പോഴാണ് പോയത്. 10:15 വരെ ഈ പരിപാടിയായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ ഹെവി ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൈ ഇങ്ങനെ വെള്ളത്തിലൊക്കെ തട്ടുന്ന സമയത്ത് ഭയങ്കര പെയിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജിമ്മിലൊക്കെ പോയിട്ടാണെന്ന് എനിക്കറിയില്ല, എന്താ സംബന്ധം അറിയാതെ നീര് കുറഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇപ്പോൾ പാത്രം കഴുകാനൊക്കെ നന്നായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ അല്ലാതെ ആണെങ്കിൽ രാത്രി ഒരു ദിവസം പാത്രം കഴിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് പെയിൻ വരും കയ്യിന് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഫുള്ള് പാത്രം കഴുകി എല്ലാം ചെയ്തില്ലേ, ഒരു കുഴപ്പമില്ല കേട്ടോ. ആക്ച്വലി എൻ്റെ ബോഡിയൊക്കെ റിക്കവറായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഗൈസ് വൻ അലമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ അലമ്പായിരുന്നു അടുക്കള. നിങ്ങൾ നേരത്തെ കണ്ടില്ലായിരുന്നു, ബട്ട് അതൊക്കെ സെറ്റാക്കി. ആക്ച്വലി ഇതൊക്കെ ചെയ്യാൻ ജിംബുവും അപ്പൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെന്നല്ല, എൻ്റെ ഡ്രസ്സുമേ പിടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. പക്ഷേ കണ്ണൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ വരും, ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. പക്ഷേ ഇങ്ങനെ അവൻ എന്തെങ്കിലും കൈ കൊടുക്കും, അപ്പോൾ അവൻ അങ്ങനെ അങ്ങ് പോകും കേട്ടോ. എന്തോരം സാധനങ്ങളാണെന്ന് അറിയുന്നില്ല ഇങ്ങനെ അവൻ്റെ കൈ കൊടുത്തേ. അവനിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇങ്ങനെ കണ്ടിങ്ങനെ ആഗ്രഹിക്കും, പക്ഷെ അവന് കിട്ടാതിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്നലെ കൊടുത്തത്. അവർക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തെങ്കിൽ ഒരു കുറച്ച് അധികം നേരം ഇരിക്കും കേട്ടോ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇപ്പം ചിലർക്ക് കുറേ സ്പൂണൊന്നും കൊടുക്കല്ലേ എന്നൊക്കെ പറയും, പക്ഷേ സ്പൂണൊക്കെ അവരുടെ ഫേവറേറ്റാണ്. സ്പൂണ് ഗ്ലാസ്സൊക്കെ ഭയങ്കര പ്ലേറ്റൊക്കെ ഒരു ഫേവറേറ്റാണ്. കുറച്ച് സൗണ്ടൊക്കെ അവിടെ കേൾക്കും, പക്ഷേ എങ്കിലും കുറച്ച് നേരം ഒരു സെറ്റായിരുന്നോളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ കിച്ചൺ ഓപ്പൺ ആയതുകൊണ്ട് ഏറ്റവും വലിയ സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്യണ സമയത്തും ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാം. കാരണം വിനിച്ചേട്ടനും മക്കളുടെ അടുത്തൊക്കെ ആവുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കും, പക്ഷേ എങ്കിലും വിനിച്ചേട്ടൻ്റെതായിട്ടുള്ള കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില സമയത്ത് ഫോണൊക്കെ നോക്കുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ഇറ്റ്സ് ഹാപ്പൻസ് അല്ലേ. അപ്പോൾ അത് ഫൈനലി 10:15 എൻ്റെ കിച്ചൺ എവറിത്തിങ് ക്ലീനായി. അപ്പോഴേക്കും മക്കൾ 2 ഇറങ്ങി. കാരണം ബേബിയുടെ കപ്പാസിറ്റിയൊക്കെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവനും വേഗം കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പെരിങ്ങോട്ടുറ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.